ഹലോ അസ്സാം വലൈക്കും. ഇനി ഏത് പാവപ്പെട്ടവനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കോഫിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് വീഡിയോ ഒക്കെ ലൈക്കൊക്കെ തരാം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുകൊണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുകൊണ്ട്. അങ്ങനെ എന്താ കോഫി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി സ്റ്റോവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം ഞാനതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ഏലക്കായ ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം തിളക്കുന്ന ടൈം കൊണ്ട് ഞാനിതാ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പാലൊന്നും എടുക്കണം കേട്ടോ. നമ്മളിവിടെ പാൽപ്പൊടി ഒന്നും വെച്ചല്ല ഈ ചായ ഉണ്ടാക്കിയെടുക്കുന്നത്, തേങ്ങാപ്പാൽ വെച്ചാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കോഫിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേ രൂപത്തിൽ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. ഇതിലേക്ക് ഇതാ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഫുള്ളായിട്ട് പാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുക്കാം, ഒരരിപ്പ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. കോഫി ഉണ്ടാക്കുന്ന ടൈമിൽ ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതുള്ളൂ. ഈ ഒരു രീതിയിൽ തന്നെ ചായയും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചായപ്പൊടിക്ക് പകരം കോഫി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മാത്രം. പാലും പാൽപ്പൊടിയൊന്നും കയ്യിലില്ലാത്ത ടൈമിലാവട്ടോ ചിലപ്പോൾ മക്കൾ പാൽ പാർന്ന ചായക്ക് കരയുക. അപ്പോൾ അവരെ കണ്ണിൽ പൊടിയിടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചായക്ക്. ചായയിലും കോഫിയായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കോഫിയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതാ ഞാനിതിൻ്റെ പാലൊക്കെ ഒന്ന് അമർത്തി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പാലൊക്കെ പിഴിഞ്ഞെടുത്തപ്പോഴേക്കും നമ്മുടെ കോഫിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്ത വെള്ളമൊക്കെ നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ കുറച്ച് പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് കോഫി പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കോഫി പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പം കോഫി പൊടി ഇട്ട ടൈമിൽ പെട്ടെന്ന് തന്നെ പതഞ്ഞ് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫാക്കി കൊടുത്തത്. എന്നിട്ടാണ് കേട്ടോ പിന്നെ 1/4 ടീസ്പൂൺ കോഫി പൊടിയും കൂടെ ചേർത്ത് കൊടുത്തത്. അങ്ങനെ ഇതാ തേങ്ങാപ്പാൽ ഞാൻ ഒന്നും കൂടെ അരിപ്പയിലൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിൽ തേങ്ങയുടെ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ ഒഴിവാക്കി എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ ഒരിക്കലും ചൂടാക്കി എടുക്കരുത് കേട്ടോ. ഇതിലേക്ക് നല്ല ചൂടുള്ള ചായ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ ഈ ഒരു കോഫി ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒരിക്കലും ചൂടാക്കി എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കാപ്പി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടോട് കൂടി കുടിക്കാനാണ് കേട്ടോ ഇത് ടേസ്റ്റ്. വലിയവർക്കൊക്കെ ചൂടോട് കൂടിയിട്ട് തന്നെ കുടിക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചൂടാറിയിട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കൽ നടക്കൂല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. ചൂടാറിയതിന് ശേഷം വീണ്ടും ചൂടാക്കി എടുക്കുമ്പോൾ എണ്ണമെഴുക്ക് തെളിഞ്ഞ് വരും. അതുകൊണ്ടാണ് കേട്ടോ ചൂടാക്കി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തന്നിട്ട് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.